അതെ, നിങ്ങൾ അറിയാതെ നിങ്ങളൊരു സിഗരറ്റ് സ്മോക്കർ ആവുകയാണ്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട. നിങ്ങൾ പുകവലിക്കുന്ന ഒരാളല്ല, പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെങ്കിലും പുകവലിച്ചാലോ ആ സിഗരറ്റിന്റെ അറ്റത്ത് നിന്ന് വരുന്ന പുക, അതുപോലെ ആ പുകവലിക്കുന്നയാൾ പുറത്തേക്ക് വിടുന്ന പുക, ഇതിനെയാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ പുകവലിക്കുന്നില്ലെങ്കിൽ കൂടി ഈ പാസീവ് സ്മോക്കിംഗ് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അടഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് പുകവലിക്കുകയാണെങ്കിൽ ഇത് ചുറ്റുമുള്ളവർ ശ്വസിക്കുമ്പോൾ അവർക്ക് ദീർഘകാലം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മുതൽ ചില സന്ദർഭങ്ങളിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഗർഭിണികൾ പുകവലിക്കുകയാണെങ്കിൽ അവരുടെ ഗർഭസ്ഥ ശിശുവിന് അത് അപകടകരമാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. തൂക്കക്കുറവ് ഉണ്ടാവാം. ലോ ബർത്ത് വെയിറ്റ്, അത് ജനിക്കുമ്പോഴുള്ള തൂക്കം വളരെ കുറവായിരിക്കും. അതുപോലെ അവർക്ക് അവരുടെ ശാരീരിക വളർച്ചയെ ബാധിക്കുകയും അവരുടെ പഠനത്തെ ബാധിക്കാം. പഠന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതുമൂലമുണ്ട്. ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾ പുകവലിക്കാരാണെങ്കിൽ അത് അവരെ ബാധിക്കുമോ? അതെ, ഇതുകൊണ്ട് പല അപകടങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ശിശു മരണങ്ങൾ പുറം രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ്. മറ്റ് പ്രശ്നങ്ങൾ അവരുടെ ശാരീരിക വളർച്ച കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകാം. ആസ്മ, അതുപോലെ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ വരാം. ചെവിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ബാല്യകാല ക്യാൻസർ വരെ ഒരു പരിധി വരെ ഇതൊരു കാരണമാണ്.